+2 സയൻസ് വിദ്യാർത്ഥികളെ ബോട്ടണി ക്ലാസ്സിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻ്റർസ്പെസിഫിക് ഇൻ്ററാക്ഷൻസുമായി ബന്ധപ്പെട്ട് കോമ്പറ്റീഷൻ, പ്രെഡേഷൻ തുടങ്ങിയവ എന്താണ്, അതുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ ഒക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് നൽകിയ ചെറിയ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തു കാണും എന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണം മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, പാരസിറ്റിസം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഫോക്കസ് ഏരിയയിൽ വരുന്നൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുകൊണ്ട് ഭയപ്പെടുകയൊന്നും വേണ്ട, വളരെ ഈസിയാണ്, വളരെ എളുപ്പമാണ്. ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കുക, അത്രയേ ഉള്ളൂ. സോ ലെറ്റ് us start parasitism. This mode of life ensures pre-lodging and food. You know, many parasites are host specific. That is, parasites are specific in their host in such a way that both parasites and host make a co-evolve. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ co-evolve എന്ന് പറയുന്ന ടേം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണെന്ന് വെച്ചാൽ, the host may develop certain mechanisms to reject or resist the parasites, whereas the parasites also develop mechanism to neutralize or counteract this one. അപ്പോൾ ഹോസ്റ്റ് എന്ത് ചെയ്യുന്നു? പാരസൈറ്റിനെ ഇജക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാൻ, റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് ന്യൂട്രലൈസ് ചെയ്യാൻ ആര് ശ്രമിക്കുന്നു? പാരസൈറ്റ് ശ്രമിക്കുന്നു. ഹോസ്റ്റ് പാരസൈറ്റിനെ റിജക്റ്റ് ചെയ്യാൻ, റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ പാരസൈറ്റ് അത് ന്യൂട്രലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതാണ് co-evolve എന്ന് പറയുന്ന പ്രവർത്തനം. ശ്രദ്ധിക്കണം, വളരെ ഓർത്തിരിക്കേണ്ട ഒരു ടേമാണ്. Then, in accordance with their lifestyle, parasites evolved special adaptations. Parasites evolved special adaptations. എന്തൊക്കെയാണെന്ന് നോക്കാം. Loss of unnecessary sense organs, presence of adhesive organs or suckers to cling on to the host, loss of digestive system, high reproductive capacity. ഓർത്തിരിക്കുക, the life cycles of parasites are often complex. പാരസൈറ്റ്സിൻ്റെ ലൈഫ് സ്റ്റൈൽസ് പലപ്പോഴും സങ്കീർണമാണ്. And it involves one or two intermediate hosts or vectors to facilitate parasitization of its primary host. അപ്പോൾ ലൈഫ് സ്റ്റൈൽസ്, പാരസൈറ്റ്സിൻ്റെ ലൈഫ് സ്റ്റൈൽസ് വളരെ സങ്കീർണമാണ്. ഇവയ്ക്ക് ഒന്നോ അതിലധികമോ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റുകൾ ആവശ്യമാണ്. പ്രൈമറി ഹോസ്റ്റിൽ പാരസൈറ്റൈസേഷൻ നടത്തണമെങ്കിൽ അല്ലെങ്കിൽ നടക്കണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഹ്യൂമൻ ലിവർ ഫ്ലൂക്ക്, മനുഷ്യൻ്റെ കരളിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു തരം വിരയാണ് ട്രമറ്റോഡ് പാരസൈറ്റ്. ഹാസ് 2 ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ്, 2 ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റുകളുണ്ട്. ഏതൊക്കെയാ? സ്നെയിൽ ആൻഡ് ഫിഷ്, ടു കംപ്ലീറ്റ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ. ദാറ്റ് ഇസ് ആൻ എക്സാമ്പിൾ. And you know, the malarial parasite needs a vector. ഏതാ വെക്ടർ? മസ്കിറ്റോ. എന്തിനു വേണ്ടിയാ? To spread to other hosts. And we know that majority of parasites harm the host. മിക്കവാറും പാരസൈറ്റുകളെല്ലാം എന്ത് ചെയ്യുന്നു? ഹോസ്റ്റിനെ ദുർബലപ്പെടുത്തുന്നു, നശിപ്പിക്കുന്നു, ദോഷമുണ്ടാക്കുന്നു, നാശമുണ്ടാക്കുന്നു. And the host
becomes physically weak. അപ്പോൾ ശാരീരികമായി അവശരാവും, ഫിസിക്കലി വീക്കാവും. ഇനി ഈ പാരസൈറ്റ്സ് പ്രധാനമായിട്ടും അവ എവിടെ കാണുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് രണ്ട് വിഭാഗമുണ്ട്. എക്ടോപാരസൈറ്റ്സ് ആൻഡ് എൻഡോപാരസൈറ്റ്സ്. ഒന്നുകൂടെ, എക്ടോപാരസൈറ്റ്സ് ആൻഡ് എൻഡോപാരസൈറ്റ്സ്. എന്താണ് എക്ടോപാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ? എക്ടോപാരസൈറ്റ്സ് ഫീഡ് ഓൺ ദ എക്സ്റ്റേണൽ സർഫേസ് ഓഫ് ദ ഹോസ്റ്റ്. ഫോർ എക്സാമ്പിൾ, ലൈസ് ഓൺ ഹ്യൂമൻസ്, നമ്മുടെ തലയിൽ കാണപ്പെടുന്ന പേനുകളില്ലേ. ടിക്സ് ഓൺ ഡോഗ്സ്, പട്ടികളിലും മറ്റും കാണപ്പെടുന്ന ചെല്ല്. ചെടികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കസ്ക്യൂട്ട, മൂടില്ലാത്ത ആളി, ഇറ്റ്സ് എ ടോട്ടൽ സ്റ്റെം പാരസൈറ്റ്. ആൻഡ് വി റിമെമ്പർ ദ ഫീമെയിൽ മസ്കിറ്റോ ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് എ പാരസൈറ്റ്. അതൊരു പാരസൈറ്റ് അല്ല, ബട്ട് നീഡ്സ് അവർ ബ്ലഡ് ഫോർ, നമ്മുടെ ബ്ലഡ് ആവശ്യമാണ്. എന്തിനാണ്? ഫോർ റീപ്രൊഡക്ഷൻ. എന്തുകൊണ്ടാണെന്നുള്ള വിവരം നിങ്ങളുടെ അധ്യാപകരുമായിട്ട് നിങ്ങളത് ചർച്ച ചെയ്യണം. സോ എക്ടോപാരസൈറ്റ്സ് ഫീഡ് ഓൺ ദി എക്സ്റ്റേണൽ സർഫേസ് ഓഫ് ദ ഹോസ്റ്റ്. അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഉദാഹരണങ്ങൾ ഓർത്തിരിക്കുക. ദെൻ എൻഡോപാരസൈറ്റ്. അപ്പോൾ എക്ടോപാരസൈറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ സർഫസിൽ കാണുന്നതാണെങ്കിൽ സ്വാഭാവികമായിട്ടും എൻഡോപാരസൈറ്റ് എവിടെ കാണപ്പെടുന്നതായിരിക്കും? ഇൻസൈഡ് ദ ബോഡി, ഇൻസൈഡ് ദ ഹോസ്റ്റ് ബോഡി. സോ എൻഡോപാരസൈറ്റ്സ് ലീവ് ഇൻസൈഡ് ദ ഹോസ്റ്റ് at different sites, inside the host body at different sites. പല സ്ഥലങ്ങളിൽ. എവിടെയൊക്കെ ആകാം? ഫോർ എക്സാമ്പിൾ ലിവറിൽ, കിഡ്നിയിൽ, ലങ്സിൽ, റെഡ് ബ്ലഡ് സെൽസിൽ ഒക്കെ കാണാം. അവിടെയൊക്കെ കാണപ്പെടുന്ന പാരസൈറ്റ്സിനെയാണ്, ബോഡിക്കകത്ത് കാണപ്പെടുന്ന പാരസൈറ്റ്സിനെയാണ് എൻഡോപാരസൈറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ their lifestyle is more complex because of their extreme specialization. Their morphological and anatomical features are greatly simplified. അവയുടെ ബാഹ്യ സ്വഭാവങ്ങൾ, അനാറ്റമിക്കൽ ഫീച്ചേഴ്സ്, ഇൻറ്റേർണൽ ആസ്പെക്ട്സ് സിമ്പിളാണ്. കാരണം ഇവ ബോഡിക്കകത്താണ് കഴിയുന്നത്. തൽക്കാലം ഇത്രയും കാര്യം അതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. ദെൻ another aspect is brood parasitism. Brood parasitism can be seen in birds. It's a good example for parasitism. Here we can see the parasitic bird lays eggs in the nest of its host and lets the host incubate them. അതായത് ഇവിടെ പാരസിറ്റിക് ബേർഡ്സ്, ചില പാരസിറ്റിക് ബേർഡ്സ്, പക്ഷികൾ ഹോസ്റ്റിൻ്റെ കൂടുകളിൽ മുട്ടയിടും. ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഇവല്യൂഷൻ, the eggs of parasitic bird have evolved to resemble the host egg in size and color to reduce the chances of the host bird detecting the foreign eggs and ejecting them from the host. എന്താ സംഭവിക്കുക? പക്ഷികൾ ഹോസ്റ്റിൻ്റെ കൂടുകളിൽ മുട്ടയിടും. ആ മുട്ടകൾ ഹോസ്റ്റിൻ്റെ മുട്ടകളായി തോന്നും, സൈസിൽ, കളറിൽ. കാരണം ഹോസ്റ്റ് അതിനെ റിജക്റ്റ് ചെയ്യരുത്, ഇജക്റ്റ് ചെയ്യരുത്. ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ സറൗണ്ടിങ്സിൽ നമുക്ക് കാണാൻ പറ്റും. കുയിൽ കാക്കയുടെ കൂട്ടിൽ മുട്ടയിടുന്നത്. കുയിൽ കാക്കയുടെ കൂട്ടിൽ മുട്ടയിടുന്നത്. ഇവിടെ നിങ്ങൾ കഴിയുമെങ്കിൽ, സമയം കിട്ടുമെങ്കിൽ, ശ്രീ ONV കുറുപ്പിൻ്റെ കുഞ്ഞേടത്തി എന്നുള്ള കവിത ഒന്ന് നോക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ബ്രൂഡ് പാരസിറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രൂഡ് പാരസിറ്റിസം ഈസ് എ ഗുഡ് എക്സാമ്പിൾ ഫോർ പാരസിറ്റിസം in which the parasitic bird lays eggs in the nest of its host and lets the host incubate them. ഉദാഹരണം നമ്മളെ ഈ പരിസരത്ത് നമുക്ക് കാണാൻ പറ്റും. കുയിൽ കാക്കയുടെ കൂട്ടിൽ മുട്ടയിടുന്നത്. മറ്റുദാഹരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. Then
Another interaction is commensalism. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഫോക്കസ് ഏരിയയിൽ വരുന്ന കാര്യങ്ങളാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം, ഭയപ്പെടണ്ട. Here, one species benefits and the other is neither harmed nor benefited. ഇപ്പോൾ കമൻസാലിസം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് സ്പീഷീസ് ഉണ്ട്, അതിൽ ഒരാൾക്ക് ഗുണമുണ്ട്, മറ്റേയാൾക്ക് ഗുണമോ ദോഷമോ ഇല്ല. ഉദാഹരണം, an orchid growing as an epiphyte on a mango branch. ഒരു ഓർക്കിഡ് ഒരു മാവിൽ വളരുന്നു. മാംഗോ ട്രീ ഹാസ് നോ ബെനിഫിറ്റ്സ് ഓർ ഹാംനെസ്. ആ മാവിന് അതുകൊണ്ട് ഗുണമോ ദോഷമോ ഇല്ല. മറ്റൊരു മനോഹരമായ ഉദാഹരണം നമുക്ക് പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിൽ നെൽപ്പാടങ്ങളിൽ ഈ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പശുക്കളും മറ്റുമൊക്കെ മേയുന്നതാണ്, പുല്ല് മേയുന്നു. ഏറ്റവും നല്ല ഉദാഹരണമാണ്. അപ്പോൾ ആ പശുക്കൾ പുല്ല് മേയുന്നതിനടുത്ത് കൊക്കുകളും മറ്റും വന്നിരിക്കുന്നുണ്ട്. പശുക്കൾ ഇങ്ങനെ മേഞ്ഞ് പോവും. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ പുല്ലിനിടയിലിരിക്കുന്ന ചെറു പ്രാണികളും ഇൻസെക്ട്സും അതുമൊക്കെ ചാടി വരും, ചാടി വെളിയിറങ്ങും. ആ സമയം ആര് പിടിക്കും? ഈ കൊക്ക് അതിനെ ഭക്ഷിക്കും. കൊക്കിന് വളരെ എളുപ്പമാണ്. So, that is, the cattle egret and the grazing cattle in close association is a classical example of this type of interaction. The egrets, what happens? The egrets always forage close where the cattle are grazing, because the cattle, as they move, stir up and flush out from the vegetation insects that otherwise might be difficult for the egrets to find and catch. പശു മേയുമ്പോൾ ആ പുല്ലൊക്കെ ഇങ്ങനെ ഇളക്കി വിടും. അപ്പോൾ അതിനകത്ത് ചെറിയ പ്രാണികളും ഇൻസെക്റ്റുകളൊക്കെ ചാടി വരും, കൊക്കനെ ഭക്ഷിക്കും. ഇറ്റ്സ് എ ഗുഡ് എക്സാമ്പിൾ ഫോർ കമൻസാലിസം. Another example is interaction between sea anemone. അതിൻ്റെ പ്രത്യേകത എന്താ? That has stinging tentacles and the clownfish that lives among them. ഈ ടെൻറ്റക്കിൾസിനിടയിൽ ആര് ജീവിക്കുന്നു? ക്ലൗൺ ഫിഷ്. ഇവിടെ എന്താ സംഭവിക്കുക? ഫിഷ് ഗെറ്റ്സ് പ്രൊട്ടക്ഷൻ ആൻഡ് ദ പ്രിഡേറ്റേഴ്സ് ഫ്രം ദ പ്രിഡേറ്റേഴ്സ് ആൻഡ് ദ സീ അനിമോൺ വിൽ നോട്ട് ഗെറ്റ് എനി ബെനിഫിറ്റ് ബൈ ഹോസ്റ്റിംഗ് ദ ക്ലൗൺ ഫിഷ്. ഈ ക്ലൗൺ ഫിഷിന് ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് ഈ സീ അനിമോണിന് ഗുണമോ ദോഷമോ ഇല്ല. ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഉദാഹരണമാണ്. Then we have to discuss mutualism. എന്താ മലയാളം? സഹോപകാരിത. നമ്മൾ നേരത്തെ പലയിടങ്ങളിലും ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. Here, both the partners are equally benefited. രണ്ടു പേർക്കും ഗുണമുണ്ട്. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ലൈക്കൺ. എന്താ ലൈക്കണിൻ്റെ പ്രത്യേകത? അല്ലെങ്കിൽ ലൈക്കൺ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? When an alga associates with a fungus, a lichen is formed. ഒരു ആൽഗയും ഫംഗസും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന അസോസിയേഷനാണ് ലൈക്കൺ. This is a symbiotic association in which both the partners are equally or mutually benefited. രണ്ട് പങ്കാളികൾക്കും ഗുണം ലഭിക്കുന്നു. അതാണ് മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ. Both the partners are equally benefited. പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എന്താണ് മ്യൂച്വലിസം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? It is a symbiotic association, or here both the partners are equally benefited. For example, lichen. Another example is mycorrhiza. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് mycorrhiza, +1 ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. mycorrhiza എന്താണ്? The association of fungus with the roots of higher plants. ഹയർ പ്ലാന്റ്സിൻ്റെ വേരുകളിൽ ഫംഗസുകൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് മൈക്കോറൈസ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അനദർ ഗുഡ് എക്സാമ്പിൾ ഫോർ മ്യൂച്വലിസം.
plants, the most spectacular and the evolutionary fascinating examples of the most spectacular and the evolutionary fascinating examples of mutualism are found in plant-animal relationships. You know, നമുക്കെല്ലാവർക്കും അറിയാം, plants need the help of animals for pollination and dispersing their seeds. പരാഗണം നടക്കണമെങ്കിൽ, വിത്ത് വിതരണം നടക്കണമെങ്കിൽ സസ്യങ്ങൾക്ക് ജന്തുക്കളുടെ സഹായം കൂടിയേ തീരൂ. ഒന്നാമത്തെ ആസ്പെക്റ്റ് അത്. പരാഗണം നടക്കണമെങ്കിൽ ജന്തുക്കളുടെ സഹായം ആവശ്യമാണ്. ആനിമൽസ് ഇൻ ടേൺ ഗെറ്റ്സ് ബെനിഫിറ്റ്സ് ഓൾസോ. ആ ജന്തുക്കൾക്കും അവിടെ എന്ത് കിട്ടുന്നു? ബെനിഫിറ്റ്സ് കിട്ടുന്നു. എന്താ ബെനിഫിറ്റ്സ്? ദേ വിൽ ഗെറ്റ് പോളൻ, they will get nectar, തേൻ, they will get juicy, nutritious fruits, etc. അല്ലേ? അപ്പോൾ പ്ലാന്റ്സിന് ആനിമൽസ് ഉണ്ടായാലേ പറ്റൂ. എന്തിനാ? പ്രധാനമായിട്ടും പൊളിനേഷൻ ആൻഡ് ഡിസ്പേഴ്സിങ് ദെയർ സീഡ്സ്. അറ്റ് ദ സെയിം ടൈം ആനിമൽസ് ഇൻ ടേൺ ഗെറ്റ്സ് ബെനിഫിറ്റ്സ്. എങ്ങനെ? എന്ത് ലാഭം, എന്ത് ബെനിഫിറ്റ്, എന്ത് നേട്ടം? വിൽ ഗെറ്റ് പോളൻ, വിൽ ഗെറ്റ് നെക്ടർ, will get juicy, nutritious fruits, etc. So, this is another important example for mutualism. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മ്യൂച്വലി ബെനിഫിഷ്യൽ സിസ്റ്റത്തിൽ ചില കള്ളന്മാർ വരാം. But in this mutually beneficial system we can see some cheaters. എന്ത് ചീറ്റേഴ്സ്? എന്ത് ചീറ്റ് ചെയ്യുന്നു? എന്ത് കള്ളത്തരം കാണിക്കുന്നു? ഫോർ എക്സാമ്പിൾ, ആനിമൽസ് ദാറ്റ് ട്രൈ ടു സ്റ്റീൽ നെക്ടർ വിത്തൗട്ട് ഹെൽപ്പിംഗ് ഇൻ പോളിനേഷൻ. പരാഗണത്തിന് സഹായിക്കാതെ തേൻ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന കള്ളന്മാരായ ജന്തുക്കളും ഉണ്ട്. കള്ളന്മാരെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ പറഞ്ഞതേ ഉള്ളൂ, എന്നാലും ഓർത്തിരിക്കുക, ആ വാക്ക് ഉപയോഗിച്ചതേ ഉള്ളൂ. So, some animals steal nectar without helping in pollination. അത്രയും മാത്രം ഓർത്തിരിക്കുക. And we can see why plant-animal interactions involve co-evolution of the mutualists. ഈ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. co-evolution. എന്താ നോക്കാം? എന്താണ് co-evolution? Evolutions of the flower and its pollinator species are tightly linked with each other. അതായത് ചില പുഷ്പങ്ങളിൽ പോളിനേഷൻ നടക്കണമെങ്കിൽ സ്പെസിഫിക് പോളിനേറ്റർ ആവശ്യമാണ്. അത് സ്വാഭാവികമായി പ്രകൃതിയിൽ നടക്കുന്നതാണ്. Evolutions of flower and its pollinator species are tightly linked with each other. For example, in many species of fig trees, atti, there is a one-to-one relationship with the pollinator species of wasp. Wasp എന്ന് പറഞ്ഞാൽ എന്താ? കടന്നല്ലേ? ഒന്നുകൂടെ വിശദമായി പറഞ്ഞാൽ, a given fig species can be pollinated only by its partner wasp species and no other species. അതിൻ്റെ പാർട്ട്ണർ സ്പീഷീസ് മാത്രമേ പോളിനേറ്റ് ചെയ്യാൻ പറ്റൂ ഫിഗ് ട്രീസിനെ. ഇവിടെ ഫീമെയിൽ വാസ്പ് uses the fruit not only as an egg-laying site but uses the developing seeds within the fruit for nourishing its larvae. അപ്പോൾ ഫീമെയിൽ വാസ്പ് ഒരു എഗ് ലേയിങ് സൈറ്റായി മാത്രമല്ല ഇതിനെ കാണുന്നത്, ഇവിടെ കാണുന്നത്. പിന്നെയോ ആ ഫിഗ് ട്രീസിൻ്റെ ഡെവലപ്പിംഗ് സീഡ്സിനെ, ഫ്രൂട്ടിനകത്ത് കാണപ്പെടുന്ന ഡെവലപ്പിംഗ് സീഡ്സിനെ അതിൻ്റെ ലാർവയ്ക്ക് ഭക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം എന്ത് ചെയ്യുന്നു? ദ വാസ്പ്
pollinates the fig inflorescence while searching for suitable egg-laying sites. അവിടെ എപ്പോൾ എന്ത് നടക്കുന്നു? പോളിനേഷൻ നടക്കുന്നു. ഇൻ ടേൺ തിരിച്ചോ, ഫോർ ദ ഫേവർ ഓഫ് പോളിനേഷൻ, പരാഗണം നടത്തിയതിൻ്റെ പ്രതിഫലമായിട്ട്, ദ ഫിഗ് ഓഫേഴ്സ് ദ വാസ്പ് സം ഓഫ് ഇറ്റ്സ് ഡെവലപ്പിംഗ് സീഡ്സ്. ഫിഗ് എന്ത് കൊടുക്കുന്നു? അത്തി എന്ത് കൊടുക്കുന്നു? ഡെവലപ്പ് ചെയ്ത് വരുന്ന സീഡ്സ്, വിത്തുകൾ. ആർക്ക്? ആസ് ഫുഡ് ഫോർ ദ ഡെവലപ്പിംഗ് വാസ്പ് ലാർവേ. മനസ്സിലായി? അങ്ങനെയാണ് ഇതൊന്ന് അവിടെയാ മ്യൂച്വലിസ്റ്റിക് ഇമ്പാക്ട്സ് നടക്കുന്നത്. മ്യൂച്വലിസം യാഥാർത്ഥ്യമാകുന്നു, സഹോപകാരിത യാഥാർത്ഥ്യമാകുന്നു. ഇനി നമുക്ക് ചില ഓർക്കിഡ്സിൻ്റെ കാര്യം പരിശോധിക്കാം. ഓർക്കിഡ്സ് ഹാവ് ഡൈവേഴ്സ് ഫ്ലോറൽ പാറ്റേൺസ്. നമുക്കറിയാം ഓർക്കിഡ്സിന് വൈവിധ്യമാർന്ന ഫ്ലോറൽ പാറ്റേൺസ് ആണ് ഉള്ളത്. Many of which have developed to attract the right pollinator insects, especially bees and bumblebees, etc. ഈച്ചകളൊക്കെ, and ensure guaranteed pollination by it. പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർക്കണം, but not all orchids offer rewards. എല്ലാ ഓർക്കിഡ്സും തിരിച്ച് എന്ത് ചെയ്യുന്നില്ല? പ്രതിഫലമൊന്നും കൊടുക്കണില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, the Mediterranean orchid ophrys employs sexual deceit to get pollination done by a species of bee. ഈ സെക്ഷുവൽ ഡിസീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തട്ടിപ്പെന്നാണ് ഡിസീറ്റ് എന്നുള്ള വാക്കിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. പറ്റിക്കുന്നു അവിടെയും. The Mediterranean orchid ophrys employs sexual deceit to get pollination done by a species of bee. എങ്ങനെയാ ഈ തട്ടിപ്പ് നടക്കുന്നത്? നോക്കൂ. One petal of its flower bears an uncanny similarity to the female of the bee in size, color and markings. The uncanny similarity എന്ന് വെച്ചാൽ അസാധാരണമായ സാദൃശ്യം. അതായത് ഈ ഫ്ലവറിൻ്റെ ഒരു പെറ്റലിന് ഈ ഫീമെയിൽ ബീയുടെ സൈസ്, കളറ്, മാർക്കിങ്സുമായിട്ട് അസാധാരണമായ സിമിലാരിറ്റി ഉണ്ട്, സാദൃശ്യമുണ്ട്. ഇപ്പം എന്ത് സംഭവിക്കുക? മെയിൽ ബി ഈസ് അട്രാക്റ്റഡ് ടു വാട്ട് ഇറ്റ് പെർസീവ്സ് ആസ് എ ഫീമെയിൽ. അപ്പോൾ ഇത് ഫീമെയിൽ ബി ആണെന്ന് ആര് തെറ്റിദ്ധരിക്കുന്നു? മെയിൽ ബി തെറ്റിദ്ധരിക്കുന്നു. സോ ഹിയർ സ്യൂഡോ കോപ്പുലേറ്റ്സ് with the flower, and during this process or during that process dusting the pollen grains, thus pollination takes place. അപ്പോൾ അതിൻ്റെ ഫ്ലവറിൻ്റെ പെറ്റലിന് ഫീമെയിൽ ബിയുടെ സൈസ്, കളറ്, മാർക്കിങ്സ് അതുപോലെ തോന്നും. അത് കണ്ട് തെറ്റിദ്ധരിച്ച് ആര് വരുന്നു? മെയിൽ ബി വരുന്നു. അവിടെ വെച്ച് സ്യൂഡോ കോപ്പുലേറ്റ്സ് എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നു. അതുവഴി പരാഗണം നടക്കും. അതും ഒന്ന് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇനി അതുമായി ചേർത്ത് മനസ്സിലാക്കേണ്ട കാര്യം, when the same bee pseudo copulates with another flower, transfers pollen into it and thus pollinates the flower. ഇത് മറ്റൊരു ഫ്ലവറിലേക്ക് പോകുമ്പോൾ അവിടെ പോളിനേഷൻ നടക്കും. ഹിയർ വി ക്യാൻ സീ ഹൗ കോ-ഇവല്യൂഷൻ ഓപ്പറേറ്റ്സ്. എങ്ങനെയാണ് കോ-ഇവല്യൂഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മെയിൽ ബി ഫീമെയിൽ ആണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ച് സ്യൂഡോ കോപ്പുലേറ്റ്സ് വിത്ത് ദ ഫ്ലവർ, ആൻഡ് ഡ്യൂറിങ് ദാറ്റ് പ്രോസസ് dusted with pollen from the flower. When the same bee pseudo copulates with another flower, it transfers pollen to it and thus pollinates the flower. Thus we can see how co-evolution operates.
If female bees color patterns change even slightly for any reason during evolution, pollination success will be reduced unless the orchid flower co-evolves to maintain the resemblances of its petal to the female bee. എന്താ പറഞ്ഞേ? If female bees color patterns change, മാറിയാൽ ഈവൻ സ്ലൈറ്റ്ലി ചെറുതായിട്ടെങ്കിലും ഫോർ എനി റീസൺ ഏതെങ്കിലും കാരണവശാൽ എപ്പോഴാ ഡ്യൂറിങ് ഇവല്യൂഷൻ പോളിനേഷൻ സക്സസ് വിൽ ബി റെഡ്യൂസ്ഡ്. പോളിനേഷൻ്റെ സാധ്യത കുറയുന്നു. അൺലെസ് ദ ഓർക്കിഡ് ഫ്ലവർ co-evolves to maintain the resemblance of its petal to the female bee. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് നോക്കുക. പാരസിറ്റിസം, കമൻസാലിസം, മ്യൂച്വലിസം. അപ്പോൾ എന്താണ് പാരസിറ്റിസം? അതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ. അതുപോലെ കമൻസാലിസം, അതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ. മ്യൂച്വലിസം, ഏറ്റവും നല്ല എന്താണ് മ്യൂച്വലിസം, അതിൻ്റെ പ്രത്യേകത, ഉദാഹരണങ്ങൾ. co-evolve, co-evolution തുടങ്ങിയ ടേംസ് ഇവയൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതോർത്ത് ഈ കാര്യങ്ങൾ നിങ്ങൾ അധ്യാപകരുമായിട്ട് വിശദമായി ചർച്ച ചെയ്യുക. തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം. എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങളുടെ അധ്യാപകരുമായിട്ട് ചോദിച്ചത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ പ്രവർത്തനം മാത്രമാണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ് ആൻഡ് ഗീവ് 2 എക്സാമ്പിൾസ് ഫോർ ഈച്ച്. ഫസ്റ്റ് വൺ, കമൻസാലിസം, സഹഭോജിത ജീവനം. സെക്കൻഡ് വൺ ഈസ് മ്യൂച്വലിസം, സഹോപകാരിത. ഇത് രണ്ടും എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് കുറിച്ചിടുക. ഉദാഹരണങ്ങൾ കണ്ടെത്തുക. അധ്യാപകരുമായി ചർച്ച ചെയ്യുക. ഇത് ഫോക്കസ് ഏരിയയിൽ വരുന്ന പാഠഭാഗമാണെന്നുള്ള ശ്രദ്ധ ഓർമ്മയിലിരിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.